അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി വന്നത് വല്ലാത്തൊരു വിഷമം സാബിത്ത കണ്ട് ഈ കുഞ്ഞിന് സംഭവിച്ചതും ഈ ഡ്രൈവറുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കും അറിയണ്ടേ. അതൊക്കെ കണ്ടപ്പം സാബിത്താക്ക് വല്ലാത്ത വിഷമായി, എല്ലാവർക്കും വിഷമായിക്ക്. പിന്നെ നിങ്ങളുടെ പറയുന്നത് കുഞ്ഞി മക്കളാ നിങ്ങൾ എപ്പോഴും കൈപിടിച്ചുകൊണ്ടിരിക്കണം. എന്താണ് അവസ്ഥ നിങ്ങൾ അറിയോ? കാണിച്ചു തരവാ. തലനാരിഴയ്ക്കാണ് 3 വയസ്സുകാരി രക്ഷപ്പെട്ടത്. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്ത് വെച്ചാണ് ഈ ഒരു അപകടം എന്ന് പറയാൻ കഴിയില്ല. കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. അതായത് ആ ഓട്ടോറിക്ഷയിൽ കുഞ്ഞും കുടുംബവും ആശുപത്രിയിലേക്ക് വന്നതാണ്. ഈ ആദ്യം കുട്ടിയുടെ അമ്മ ഇറങ്ങി റോഡ് മുറിച്ച് കടന്നു. അതിനുശേഷമാണ് കുട്ടി, ഈ അച്ഛൻ ഓട്ടോറിക്ഷയിൽ പണം നൽകുന്ന സമയത്ത് കുട്ടി ഇറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പോകുന്നത്. അത് ശരി, അമ്മ റോഡ് മുറിച്ച് അപ്പുറം പോയി പോലെ കുഞ്ഞനെ കൂട്ടാണ്ട്. അച്ഛൻ പൈസ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കുന്ന അന്നേരമാണ് ഈ കുട്ടി അമ്മേനെ നോക്കി ഓടിയത്. എന്തൊരവസ്ഥ, ഇതെന്തൊരവസ്ഥ! ചെറിയ മക്കളല്ലേ. ഞാൻ തന്നെ വിടുന്ന് എൻ്റെ പറയലും അട്ടായിക്കലും ഒക്കെ എന്തെന്നാ ഇവിടുത്തെ മക്കളെ കൊണ്ട്. മക്കളെ നോക്കണേ, മക്കളെ കൈ പിടിക്കണേ, മക്കളെ അങ്ങനെ ആക്കണേ, മക്കളെ ഇങ്ങനെ ആക്കണേ എന്നും പറഞ്ഞിട്ട് അങ്ങനത്തേത് കുഞ്ഞിനെ കൂട്ടാണ്ട് അപ്പുറം മുറിച്ച് കഴിഞ്ഞാൽ ഓടിയാച്ചിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് എന്തിനാളി ഒപ്പരം, അതാ ഞങ്ങളോട് പറയുന്നത്, ഒപ്പരാ നിങ്ങൾ നടക്കാവും, ഒപ്പരാ മുറിച്ച് കടക്കാവും. ഇനി നമ്മൾ എല്ലാവരും ഇങ്ങേ സൈഡിലാണെങ്കിൽ മക്കൾ അങ്ങേ സൈഡിൽ, റോഡിൻ്റെ അപ്പുറം ഇടറ്, എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കണം. കാരണം പെട്ടെന്നായിരിക്കും മക്കൾ ഇങ്ങോട്ടേക്ക് മുറിച്ച് കടക്കുക. അത് വല്ലാത്ത അപകടങ്ങൾ സംഭവിക്കും. മനസ്സിലായിട്ടോ? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ സമയം മുതൽ നമ്മൾ അന്വേഷിക്കുന്നത് കൃത്യസമയത്ത് വന്ന് സംയോജിതമായി ഇടപെട്ട് കുഞ്ഞിന് ജീവൻ തിരികെ നൽകിയ ബസ് ഡ്രൈവർ ആരാണ് എന്നാണ്. ഷിനോജ്, ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? എന്താ സംഭവിച്ചത്? എന്താ തോന്നി? സംഭവിച്ചത് എന്താ വെച്ചാല്, ഓട്ടോറിക്ഷയിൽ അതിന്റെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് കുഞ്ഞിറങ്ങി ഓടി ക്രോസ്, ബസ് വരുന്നത് ശ്രദ്ധിച്ചില്ല. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. പക്ഷെ ഞാനത് ഓട്ടോറിക്ഷയുടെ അടുത്തെത്തി. ഓട്ടോറിക്ഷ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. എനിക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞു നല്ല സ്പീഡിലാണ് ഓടുന്നത്. ഞാൻ ചവിട്ടി വണ്ടി വലത്തോട് വെട്ടിച്ച് നിർത്തി. കുഞ്ഞ് ഫ്രണ്ട് വീല് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് വണ്ടിയുടെ അടുത്തുള്ളത്. അങ്ങോട്ട് ഓടുന്ന കുഞ്ഞ് തിരിച്ചോടി. തൊട്ടില്ല മാറി നൂലില് എന്തോ ഭാഗത്തിന് കഴിച്ചിലായി, രക്ഷപ്പെട്ട്. ഓവർ സ്പീഡ് അല്ലായിരുന്നു, ഓവർ സ്പീഡും കാര്യങ്ങളൊന്നും അല്ല. കാരണം നോർമലായിട്ട് പോവുകയാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ ബസ്സല്ലെങ്കിലും ആ ഓട്ടോറിക്ഷനെ മറന്ന് വേറെ സ്കൂട്ടറെങ്കിലും വരൂലേ? ഇതൊരു അത്ഭുതം തന്നെ. അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ഇത്. അള്ളാഹുവിൻ്റെ കാവൽ. ആ പൈത മക്കളല്ലേ. ഈ ബസ്സിനെ പോയിട്ട് ഇടിച്ചിട്ടത് വീണുക്കൂല്ല. ബസ് ഒരു അത്ഭുതം തന്നെ. ബസ്സിൻ്റെ മുന്നിൽ കുഞ്ഞിന് ആ ബസ്സിൻ്റെ അടുത്ത് എത്തലും തിരിഞ്ഞോടലും. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കാണുന്ന കാഴ്ചപ്പാടിൽ ബസ്സിനെ തട്ടി മറിഞ്ഞു പോകും. ബസ് തട്ടൂല, ബസ്സിനെ തൊട്ട് മറിഞ്ഞു പോകുന്നതായിരിക്കും കാണിക്കുന്നത് എന്ന് നോക്കുമ്പോൾ വീണുക്കൊന്നുമില്ല കുഞ്ഞൻ അതേ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയിക്ക്. പക്ഷെ ആ ഡ്രൈവറെ സമ്മതിക്കണം. ഇപ്പൊ ഡ്രൈവർ പറഞ്ഞ നിങ്ങൾ അതുകൊണ്ട് രക്ഷിക്കാൻ പറ്റി. ദൈവം തുണച്ചല്ല, എന്റെ കഴിവാണ് ഞാൻ പറയുന്നില്ല. ദൈവം തുണച്ചു, അത്ര തന്നെ. ടെൻഷൻ, കാരണം എന്റെ കുഞ്ഞിന്റെ പ്രായമാണ്. എന്റെ ചെറിയ മോൾ അതേ പ്രായമുള്ള കുഞ്ഞാ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ അതാ കുഞ്ഞിനെ ഓർത്തെ. പിന്നെ നമ്മൾ അറിഞ്ഞത് അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇന്നാണ് ഡെമോൺസ്ട്രേഷൻ ഡ്യൂട്ടി കയറി ലീവ് എടുത്തു. ടെൻഷൻ കൊണ്ടല്ല, പിന്നെ അങ്ങനെ ലീവ് എടുത്തു. ഒന്ന് ഫ്രീ ആവാൻ അങ്ങനെ ഒന്ന് കയറി. ഡ്രൈവർ ഇന്ന് ലീവ് എടുത്തിട്ടാണുള്ളത്. കാരണം മനസ്സിൽ ഇത് തന്നെ ഉണ്ടാവൂലേ, ഓരോരു നമുക്ക് മൈൻഡ് മാറിപ്പോകും. പിന്നെ ഡ്രൈവർ ഇപ്പോൾ ഡ്രൈവിംഗ് അല്ലേ ചെയ്യണ്ടേ. അപ്പം ഇത് തന്നെ ചിന്ത വരുന്ന നേരം ഡ്രൈവിങ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡൊന്ന് ലെവലാണ്ടിട്ടാണ് ലീവ് എടുത്തത്. എന്നാലും പൊന്നുമക്കളെ, മക്കളെ കൈവിടറേ. നിങ്ങൾ ഓട്ടോറിക്ഷയിൽ ഈ നേരം നിങ്ങൾ കുഞ്ഞുങ്ങളെ കൈപിടിക്കണം. എന്തിനാ മക്കളെ കൂട്ടാണ്ട് അപ്പുറം മുറിച്ച് കിടക്കുന്നത്? ഇതെല്ലാം നമ്മളെ മുന്നിൽ പഠിച്ച കാഴ്ചപ്പാടിൽ കാണിച്ച് തരുന്നതാണ്. അതുകൊണ്ട് വളരെ നിങ്ങൾ സൂക്ഷിക്കണേ മക്കളെ. അന്നേരം വണ്ടി കാലൊക്കെ ഒന്ന് മറിച്ച് വന്നു ആകട്ടെ കരഞ്ഞു പോയി. കാരണം അത്ര ചെറിയ കുഞ്ഞല്ലേ. നമ്മള് ഒരു വണ്ടിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും. ചെറിയ കുഞ്ഞിങ്ങനെ ഓടി കണ്ണൂരിൽ കാണല്ലേ, അനുഭവിക്കല്ലോ. അങ്ങനെ ടെൻഷൻ.
ഇതുപോലെ ഒരു അനുഭവം മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ബസ്സിൽ ഡ്രൈവർമാർ എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. ഷിനോജ് അടക്കമുള്ള ഡ്രൈവർമാരെ പൊതുവെ റോഡിലെ വില്ലന്മാരായിട്ടാണ് പറയാറും കാണാറൊക്കെ. പക്ഷെ ഈ ഒരു മൊമെന്റ് അങ്ങനെ അല്ലാതായില്ലേ? അതെ, അതിപ്പോ തട്ടിയിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കെതിരെ ഉണ്ടാവുള്ളൂ. കുഞ്ഞു ഓടി, രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല, അതൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ബസ് തട്ടി, ഓവർ സ്പീഡായിരുന്നു, തട്ടി കുഞ്ഞിന്റെ മേത്തൂടെ കയറി പോയി, അങ്ങനെ ഇങ്ങനെയായി, പിന്നെ ഫുള്ള് നമുക്കെതിരെ കളിക്കും എല്ലാം. എന്റെ അച്ഛനാണ് ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. അത് സത്യ. എത്ര നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലും സൂക്ഷിക്കാത്തത് കൊണ്ട് സംഭവിച്ചാലും ഡ്രൈവർമാർ തന്നെയാണ് പറയാം. അത് ശരി തന്നെയാണ്. പിന്നെ ഓവർ സ്പീഡ് ആക്കുന്നവരും ഉണ്ടാകും. ഇത് പിന്നെ ഓവർ സ്പീഡൊന്നും ഇല്ലേനു അങ്ങനെ. എന്നാൽ അത്ഭുതകരമായി ആ കുഞ്ഞൻ രക്ഷപ്പെട്ട് വളരെ സന്തോഷമായി. നിങ്ങൾ ഇനി കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടക്കണം. കുഞ്ഞുങ്ങളെ കൂട്ടാണ്ട് അപ്പുറം മുറിച്ച് കടക്കരുത്. എവിടെയാണെങ്കിലും, എപ്പോൾ ആണെങ്കിലും, നിങ്ങളെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇവിടെയും 3-4 കുട്ടികളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരെയും. എൻ്റെ മക്കളെ, നിങ്ങളെ മക്കളെ, എല്ലാ മുത്തുമണികളെ അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഓക്കെ മക്കളെ, ബൈ.